കെ എം മാണിക്കെതിരെ കെ എം മാണി പാർട്ടി പിളർത്തി തൻ്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസാന ശ്രമവും നടത്തി. അതും പരാജയപ്പെടുന്ന ഘട്ടമാണ് ഉണ്ടായത്. ഉമ്മൻചാണ്ടി അടക്കം ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് മാണി ഒറ്റയ്ക്ക് രാജിക്ക് സന്നദ്ധനാണ് എന്ന വിവരം അറിയിച്ചത്. അത് ഔദ്യോഗികമായി UDF കേന്ദ്രത്തെ അറിയിക്കാനായി PJ ജോസഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരവുമാണ് ഈ ഘട്ടത്തിൽ സൂചനകളായി ലഭിക്കുന്നത്, വ്യക്തമായ സൂചനകളായി ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ BJP നേതാവ് പത്മകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പത്മകുമാർ, GST സ്ഥാനം അടക്കം ഇനി നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇത് കെ മാണി സാറിൻ്റെ ഇപ്പോൾ രാജിപ്രഖ്യാപനം ഉടനെ ഉണ്ടാവും. കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമായ ഒരു പതനം എന്നതല്ലാതെ അതിനെക്കുറിച്ച് വേറെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ UDF നേതൃത്വം എടുത്ത ആ ആർജവം ഒരു വർഷം മുന്നേ പീപ്പിൾ TV കൂടി ആ വാർത്ത വന്ന സമയത്ത് എടുത്തിരുന്നുവെങ്കിൽ ഈ 50 വർഷത്തെ പൊതുജീവിതത്തിൻ്റെ പാരമ്പര്യമുള്ള മാണി സാറിന് ഈ അഴിമതിയുടെ അഴുക്കുചാലിൽ വീഴാതെ പൊതുസമൂഹത്തിൽ ഇറങ്ങിപ്പോകാനുള്ളൊരവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അപ്പോഴും ഇവരെല്ലാം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് UDF എടുത്തത്. അതുപോലെ നമ്മുടെ ശ്രീ പത്മകുമാർ, ദയവായി താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ കൂടി ചേരുകയാണ്. ദിനകർ, PJ ജോസഫ് വിഭാഗം MLA മാർ ഒരു രഹസ്യ യോഗം ജോസഫിന്റെ വസതിയിൽ ചേർന്നു. MLA മാർ മാത്രമല്ല, PJ ജോസഫ് വിഭാഗം. എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം PJ ജോസഫ് ഗ്രൂപ്പ് MLA മാർ ജോസഫിന്റെ വീട്ടിൽ ഇപ്പോൾ യോഗം ചേരുകയാണ്. കെ എം മാണി രാജിയിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് എത്തും. ഒരുപക്ഷെ UDF യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തേക്കാം. UDF യോഗത്തിൽ എത്തുന്നതിന് മുൻപ് ഒരുപക്ഷെ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ഒത്തുനോക്കുന്നത്. ചീഫ് വിപ്പ് തോമസ് നാടൻ രാജിവെക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം PJ ജോസഫ് രാജിവെക്കണമെന്നുള്ള നിലപാട് കെ എം മാണി സ്വീകരിച്ചിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ ജോസഫ് വിഭാഗം തയ്യാറായില്ല. അതേസമയം കെ എം മാണി രാജിവെച്ച് മതിയാകൂ എന്നുള്ള ശക്തമായ നിലപാട് ജോസഫ് ഗ്രൂപ്പ് സ്വീകരിക്കുകയും ചെയ്തു. അതല്ലാതെ പോകാൻ കഴിയില്ല എന്നതാണ് ജോസഫ് ഗ്രൂപ്പ് MLA മാർ എടുത്ത നിലപാട്. തങ്ങൾ രാജിവെക്കേണ്ട കാര്യം ഇല്ല എന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ അതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഇപ്പോൾ PJ ജോസഫിന്റെ വീട്ടിൽ ജോസഫ് ഗ്രൂപ്പ് MLA മാർ യോഗം ചേരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമില്ല. കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതായത് ദിനകർ, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും അടക്കം ഇടപെട്ടു. PJ ജോസഫിന് മേലുള്ള സമ്മർദ്ദങ്ങൾ കൂട്ടി പാർട്ടിയെ പിളർത്താൻ വരെ മാണി നീങ്ങി. പക്ഷെ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് MLA മാരുടെ പിന്തുണ ജോസഫിന് ലഭിക്കുകയും മാണിക്കെതിരായി കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇതിനൊക്കെ സഹായകമായി ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും വരെ ഇടപെട്ടു. ഇത്തരത്തിലാണ് ഏറ്റവും പുതിയ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ PJ ജോസഫിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിന് കൃത്യമായി മാണിക്കെതിരായ നീക്കത്തിന് ആക്കം കൂട്ടുക എന്ന സന്ദേശം കൂടി ഉണ്ടാകില്ലേ ദിനകർ? അജിംഷാദ്, ഇപ്പോൾ കാര്യങ്ങൾ രാവിലെ മുതൽ എടുത്ത് പരിശോധിച്ചാൽ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. രാവിലെ തുടക്കത്തിൽ കെ എം മാണി പറഞ്ഞ കാര്യം താൻ രാജിവെക്കുന്നതിനൊപ്പം മന്ത്രിയും ഒപ്പം ചീഫ് വിപ്പും രാജിവെക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ അക്കാര്യം അംഗീകരിക്കാൻ ജോസഫ് ഗ്രൂപ്പ് നേതൃത്വം തയ്യാറായില്ല. ഇതിനിടയിൽ നിരന്തരം കുഞ്ഞാലിക്കുട്ടിയുമായും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ടായിരുന്നു. തീർച്ചയായും ദിനകർ, ഒരു തരത്തിലും വഴങ്ങില്ല. മാണി ആണ് കുറ്റക്കാരനെങ്കിൽ മാണി മാത്രം രാജിവെച്ചാൽ മതി, താൻ ഒരിക്കലും രാജിവെക്കില്ല എന്ന കാർക്കശ്യത്തോടു കൂടിയുള്ള നിലപാടാണ് PJ ജോസഫ് സ്വീകരിച്ചത് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദിനകർ നൽകിയ ഈ വാർത്തയുടെ ദിശ നമുക്ക് സൂചിപ്പിക്കാം, വിലയിരുത്താം. ദിനകർ, ആ രീതിയിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കടുത്ത സമ്മർദ്ദം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. തങ്ങൾ രാജിവെക്കില്ല എന്നുള്ള ശക്തമായ നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് കെ എം മാണി രാജ്യസന്നദ്ധത അറിയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള ശക്തമായ സമ്മർദ്ദവും രാജ്യസന്നദ്ധതയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് തന്നെ രാജി പ്രഖ്യാപിച്ചേക്കും എന്നുള്ള സൂചനകളാണ് പുറത്ത് വരുന്നത്. UDF യോഗത്തിൽ പങ്കെടുക്കുമോ, UDF യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഇപ്പോൾ കെ എം മാണി മാത്രമാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ ഉള്ളത്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മറ്റു നേതാക്കൾ ഒക്കെ പിരിഞ്ഞിട്ടുണ്ട്. മാണി വിഭാഗത്തിലുള്ള തീർച്ചയായും ദിനകർ, ഏറ്റവും പുതിയ വാർത്തകൾ എത്തുമ്പോൾ പാർട്ടി പിളർത്താനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെടുന്ന ഘട്ടത്തിൽ, മാണി പരാജയപ്പെടുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രൂപം കൊള്ളുന്നത്. അതായത് CF തോമസിനെ പകരം പിൻഗാമിയായി ഏൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നീങ്ങാമെന്ന അവസാന ഘട്ടത്തിലുള്ള ഒരു നീക്കം പോലും മുമ്പോട്ട് വെച്ചു മാണി. പക്ഷെ അതും ജോസഫ് സമ്മതിക്കാൻ തയ്യാറായില്ല.
സീനിയറായ ജോസഫ് തന്നെ അല്ലെങ്കിൽ പി ജെ ജോസഫ് തന്നെ ധനകാര്യം കൈകാര്യം ചെയ്യണം, അതാണ് പാർട്ടിയുടെ നയം എന്ന തരത്തിലേക്ക് പി ജെ ജോസഫ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. കടുത്ത ഭിന്നതയാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത്. ഒരുപക്ഷെ ആ ശാക്തിക ബലാബലത്തിൽ മാണി അല്പം ദുർബലവുമാണ്. അങ്ങനെയെങ്കിൽ ദിനകർ, അജിംഷാദ് പല തലത്തിലുള്ള നീക്കുപോക്കുകൾക്ക് പല ചർച്ചയിലൂടെ പല തലത്തിലുള്ള നീക്കുപോക്കുകൾക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ ആ നീക്കങ്ങളൊന്നും തന്നെ വിജയിക്കുന്ന ഒരു രീതിയായിരുന്നില്ല നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിലാണ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അല്ല മറ്റു മാർഗങ്ങളില്ല എന്ന് കെ.എം. മാണിക്ക് ബോധ്യമാവുകയും അങ്ങനെ രാജ്യസന്നദ്ധത അറിയിക്കുകയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പോലും ഇപ്പോഴും അതൊരു വ്യക്തത കൈവന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം പി ജെ ജോസഫിനെയും കെ.എം. മാണിയെയും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കുന്നതിനായി ചുമതലപ്പെടുത്തി. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാണി ജോസഫ് ഗ്രൂപ്പിന്റെ MLA-മാരും നേതാക്കളും പി ജെ ജോസഫിന്റെ വസതിയിൽ യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ കെ.എം. മാണിയുടെ വസതിയിൽ അവർ തമ്മിലും കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും ഏത് രീതിയിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നുകൂടി ഇനി നോക്കി കാണേണ്ടതുണ്ട്. എന്നാൽ പോലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചില നേതാക്കൾ സൂചിപ്പിച്ചത് കെ.എം. മാണി ഇക്കാര്യം വ്യക്തമാക്കും, അല്ലെങ്കിൽ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയും എന്നാണ് പറഞ്ഞു വെച്ചത്. അതിനുശേഷമാണ് പി ജെ ജോസഫ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയത്. ഒപ്പം MLA-മാരും അവർ ഇപ്പോൾ യോഗം ചേരുകയാണ്. എന്ത് നിലപാടാണ് ഇവിടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. അജിംഷാ, തീർച്ചയായും ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ ചേരിപ്പോരിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ശ്രീ സ്കറിയ തോമസ്, നേരത്തെ പത്മകുമാർ നിരീക്ഷിച്ചതുപോലെ പീപ്പിൾ TV ഈ വാർത്ത പുറത്തുവിട്ടുന്ന ഘട്ടത്തിൽ തന്നെ മാണി രാജിവെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സംശുദ്ധമായി തിരിച്ചു വരാനുള്ള സാധ്യതയെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ നോക്കൂ, നാണം കെടുകയാണ് മാണി. ഒരുപക്ഷെ പാർട്ടിയെ പിളർത്താൻ വരെ മാണി ശ്രമിക്കുന്നു. പി ജെ ജോസഫിന് സ്ഥാനം നൽകാതെ, ധനകാര്യ മന്ത്രി സ്ഥാനം നൽകാതിരിക്കാൻ ചില നീക്കങ്ങൾ മാണി നടത്തുന്നു. ഇത്തരം കളികളൊക്കെ കളിക്കുന്ന ആളാണോ മാണി? ശ്രീ സ്കറിയ തോമസ്, മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്സാണ്. അത് വിട്ട് ജീവനേക്കാൾ കൂടുതൽ ജീവൻ വേണോ മന്ത്രിസ്ഥാനം വേണോ എന്ന് ചോദിച്ചാൽ മാണി സാറ് പറയും മരിക്കുന്നത് വരെ മന്ത്രിയായിട്ടിരിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കാവോ അദ്ദേഹം അതെല്ലാം ചെയ്യും. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ശ്രീ മാണി സാറിനെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം, ഇതിൻ്റെ അവസാനം വിധി ഏൽപ്പിച്ചിരിക്കുന്നത് മാണി സാറിനെ. പി ജെ ജോസഫ് എന്ത് പറഞ്ഞാലും പി ജെ ജോസഫും മാണി സാറിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും. പക്ഷെ ആ രീതിയൊക്കെ മാറി എന്ന് പറഞ്ഞാലും എന്തോ ഒരു മാസ്മര ശക്തി ശ്രീമാൻ മാണി സാറിനുണ്ട്. അതേ ഇതെല്ലാം അട്ടിമറിച്ച് അവസാനം പി ജെ ജോസഫ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് മുറി അടച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. പുറത്ത് വരുമ്പോൾ നമുക്ക് കാണാം. എൻ്റെ ബലമായ സംശയം എന്തെങ്കിലും തകിടം മറിച്ച് ഇന്നും ഈ ആൾക്കാരെ, കേരളത്തിലെ മലയാളികളെ, ലോകം മുഴുവൻ ഈ TV ചാനലും കാണുന്ന ആളുകളെ എല്ലാം നിരാശരാക്കിക്കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പൊട്ടന്യായം പറഞ്ഞ് നാളത്തേക്കെങ്കിലും ഒന്ന് മാറ്റിവെപ്പിച്ച് നാളെ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു വിഷയമുണ്ടായി ഇതങ്ങ് ജനശ്രദ്ധയിൽ നിന്ന് മാറ്റിയെടുത്താൽ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് എന്ത് തന്ത്രവും മാണി സാർ ഉപയോഗിക്കും. ഇതിനകത്ത് മാണി സാറിനേക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിലേക്കാണ് ഇന്ന് ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്താണ് ഈ മുഖ്യമന്ത്രി ചെയ്യുന്നത്? ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഒരു ചുമതല നിർവഹിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതെല്ലാം ഉമ്മൻചാണ്ടിക്ക് ചെയ്യാവുന്ന കാര്യമാണ്. തീർച്ചയായും താങ്കളിലേക്കും പത്മകുമാറിലേക്കും ഉഴവൂർ വിജയനിലേക്കും ഒക്കെ എത്താം. ഫീൽഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്നും സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, UDF യോഗം പുരോഗമിക്കുകയാണ്. അവിടെ ജോസഫ് എത്തിയോ? മാണിയുടെ സന്ദേശം എന്ത് എന്ന് UDF യോഗത്തെ അറിയിച്ചോ? വിവരങ്ങളിലേക്ക്. അജിംഷാദ്, UDF യോഗം ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ കെ.എം. മാണിയോ പി ജെ ജോസഫോ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടില്ല. പി ജെ ജോസഫ് കെ.എം. മാണിയുടെ വസതിയിൽ നിന്ന് ഇറങ്ങി നേരെ പി ജെ ജോസഫിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഇപ്പോൾ പി ജെ ജോസഫിലെ
തന്നെ MLA മാർ ഇപ്പോൾ രഹസ്യ യോഗം ചേരുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KM മാണി ഔദ്യോഗിക വസതിയിൽ തന്നെയുണ്ട്. ഫോണിൽ മുഖ്യമന്ത്രിയെ ഇവരുടെ തീരുമാനം ഫോണിൽ അറിയിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതനുസരിച്ചായിരിക്കും UDF-ൽ തീരുമാനം എടുക്കുക. UDF ഘടകകക്ഷികളെല്ലാം തന്നെ ഈ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. കാരണം ആ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് UDF ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തും. അതിനുശേഷം എന്ന് ആണ് രാജിവെക്കുന്നത് എന്നുള്ള സംബന്ധിച്ച് തീരുമാനമൊക്കെ KM മാണി തന്നെ പറയട്ടെ എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ UDF സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാണിയുടെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇതുവരേക്കും UDF-നകത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PJ ജോസഫിനെയും മാണിയെയുമാണ് ചുമതലപ്പെടുത്തിയെന്നാണ് CF തോമസ് ഈ യോഗം കഴിഞ്ഞ ശേഷം പറഞ്ഞത്. പക്ഷേ അത്തരത്തിൽ ആരും യോഗത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. യോഗത്തിലെത്താതെ തന്നെ മുഖ്യമന്ത്രി നിർണായക ഘട്ടത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രിയോട് തന്നെ ഇക്കാര്യം വ്യക്തമാക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന സൂചന. തീർച്ചയായും സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകി വരുന്നത്. വളരെ സമഗ്രമായ കാര്യങ്ങളിലേക്കാണ് കേരള രാഷ്ട്രീയം നീങ്ങുന്നത്. തീർച്ചയായും ശ്രീ ഉഴവൂർ വിജയൻ, നേരത്തെ ഇപ്പോൾ UDF യോഗം അവിടെ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ പല വിധത്തിലും കേരള കോൺഗ്രസിൽ രൂപം കൊണ്ട ആന്തരിക സംഘർഷങ്ങൾ UDF യോഗത്തെ അറിയിക്കുക എന്ന ദൗത്യവുമായി കേരള കോൺഗ്രസ് പുറപ്പെട്ടിരിക്കുന്നു. മാണിയുടെ രാജികാര്യം ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കും. അതിനുള്ള UDF യോഗമാണ് അവിടെ പുരോഗമിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളാണ് സുനിൽ നൽകിയത്. നേരത്തെ ഒടുവിൽ സ്കറിയ തോമസ് പറഞ്ഞു നിർത്തിയ കാര്യം, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും മാണി ചെയ്യുമെന്ന്. ഒരുപക്ഷെ അതുതന്നെയല്ലേ ഇങ്ങനെ നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നതിലേക്ക് മാണിയെ നയിച്ചത്? ശ്രീ ഉഴവൂർ. സ്കറിയ തോമസ് പറഞ്ഞത് 100% ശരിയാണ്. മന്ത്രിസ്ഥാനവും പിന്നെ അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനവുമായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഏതായിരുന്നാലും അതെല്ലാം ഇപ്പോൾ നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നുന്നത് മാണി സാറിൻ്റെ പാർട്ടി മാണി സാറ് പിളർക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴാണ്. സ്വയം പിളർത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നത് PC ജോർജ് ഏതായാലും ഇപ്പം ഇന്ന് തന്നെ രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രചോദനമേകാൻ വേണ്ടിയാണ് എന്നാണ് ജോർജ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും എല്ലാം കൂടി ഒത്തുകൂടി മാണി സാർ ഒരു പരുവത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം അദ്ദേഹം UDF യോഗത്തിലേക്ക് പോകും എന്നാണ് ഇവിടെ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം UDF യോഗത്തിലേക്കല്ല പോയത്, PJ ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. ഇന്നലെ രാവിലെ മുതൽ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി പത്രക്കാരും അതുപോലെ പ്രതിഷേധക്കാരും എല്ലാം ചുറ്റി നടന്നിട്ടും പിടുത്തം കിട്ടിയിട്ടില്ല. ആന്റണിയെ പിടിക്കാൻ പോലും ഇത്രയേറെ ബുദ്ധിമുട്ട് പോലീസിന് ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ അദ്ദേഹത്തെ വേറൊരു രീതിയിൽ താരതമ്യപ്പെടുത്തതല്ല. അതിലും വലിയ കള്ളത്തരം മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തന്ത്രവും മന്ത്രവും കുതന്ത്രവും അതാണല്ലോ എല്ലാത്തിലും. ഒരു മാണിയുടെ ബഡ്ജറ്റിലാണേലും മാണി മാജിക് എന്ന് പറയുന്നത് പോലെ അധികാരം നിലനിർത്താൻ വേണ്ടി മാജിക് പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് മാണി സാർ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടി അദ്ദേഹത്തെ ഇന്ന് ഈ പരുവത്തിൽ ആക്കിയിരിക്കുന്നത്. വീണിതോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞ് എന്നുള്ള നിലയിൽ അദ്ദേഹം കിടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹത്തെ കുത്തി നോവിക്കുന്നത് മഹാപാപമാണ് എന്ന് കരുതിക്കൊണ്ട് ശ്രീ ഉഴവൂർ, വീണ പൂവാൻ വരട്ടെ, അങ്ങനെ വീഴുന്ന ആളല്ല, അവസാന നിമിഷം വരെ ഇനിയും വേണ്ടി വന്നാൽ ശ്രമിക്കും മാണി സാറ് എന്നാണ് ശ്രീ സ്കറിയ തോമസ് പറയുന്നത്. കൂടെ കിടന്നവർക്കേ രാപ്പനി അറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ശ്രീ സ്കറിയ തോമസ്, ഇതിനു മുമ്പ് പല നാടകങ്ങളും കേരള കോൺഗ്രസിൽ അരങ്ങേറിയിട്ടുണ്ട്. ഈ നാടകത്തിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു എൻ്റെ മുൻ നേതാവ് പ്രിയപ്പെട്ട മാണി സാറാണ്. ഈ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉഴവൂർ വിജയൻ പറഞ്ഞ പോലെ വളരും തോറും വളരുകയും എല്ലാം ചെയ്തത് ഒരൊറ്റ ആളിന് മന്ത്രിസ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമല്ലേ. അദ്ദേഹം മന്ത്രിസ്ഥാനം മാറി നിന്നുകൊണ്ട് എപ്പോഴെങ്കിലും കേരള കോൺഗ്രസിൽ അദ്ദേഹം ഇല്ലാത്ത ഒരു മന്ത്രിസഭ കേരള കോൺഗ്രസിൻ്റെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവത്തില്ല. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് തൻ്റെ ഒരു തറവാട് സ്വത്തായിട്ട് തനിക്ക് ഇത് കേരള കോൺഗ്രസ് വിശ്വാസികൾ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു വസ്തുവായിട്ട് അദ്ദേഹം അതിനെ. പക്ഷെ അങ്ങനെ മന്ത്രിസ്ഥാനം ഇല്ലെങ്കിൽ, അധികാരമില്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഒരു രീതി വെച്ച് നിങ്ങളൊക്കെ അദ്ദേഹത്തെ മറിച്ചു കളയും എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. KM ജോർജിന്റെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചതും അത് തന്നെയാകാം ഒരു പക്ഷേ. അല്ല, അദ്ദേഹം അന്നേരം പിളർത്തും. ഇപ്പോഴും ആ പിളർത്തുക എന്നുള്ള
ആ ഒരു പിളർത്തിൻ്റെ ആയുധമാണ് അദ്ദേഹം ഉയർത്തി കാണിച്ചിരിക്കുന്നത്. ഈ പിളർത്തിൻ്റെ ആയുധം, ആ ഭീഷണിയുടെ മുമ്പിൽ ഇന്ന് PJ ജോസഫും അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന MLA-മാരൊന്നും പഴയ കാലത്തെ കേരള കോൺഗ്രസിലുള്ള MLA അവരെ പോലെയുള്ള ഗട്ട്സ് ഉള്ളവരല്ല. നട്ടലിൻ്റെ സ്ഥാനത്ത് നട്ടലിന് പകരം മറ്റെന്തൊക്കെയോ ഉള്ള ആളുകളാണ് ഇന്ന് MLA-മാർ. ആ MLA-മാർക്ക് KM മാണി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ അവിടെ ഇരിയട എന്ന് പറഞ്ഞാൽ ആനപ്പാപ്പൻ പറയുന്ന പോലെ ആന അവിടെ ഇരിക്കുന്നവരേ ഉള്ളൂ. ശ്രീമാൻ PJ ജോസഫ് പോലും മാണി സാറിന് എതിരായിട്ട് മാണി സാറിൻ്റെ മുഖത്ത് നോക്കി PJ ജോസഫ് ആണുങ്ങളെ പോലെ സംസാരിച്ചാൽ ഈ പ്രശ്നം ഇപ്പോൾ അവിടെ തീരും. അദ്ദേഹത്തിന് പോലും അതിനുള്ള ത്രാണിയില്ല. എന്തിന് മുഖ്യമന്ത്രിക്ക് അതിനുള്ള ത്രാണിയുണ്ടോ? ശ്രീമാൻ മാണി സാറിൻ്റെ തൊട്ടടുത്തുള്ള പാലാ നിയോജക മണ്ഡലത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ശ്രീമാൻ മാണി സാറിനോട് നിങ്ങൾ രാജിവെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ യശസ് ഇന്ന് വാനോളം ഉയരുമാനും. ഇന്ന് മാണി സാറിനേക്കാളും അത് പതിച്ചിരിക്കുന്നത് ശ്രീമാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ അഴിമതി ആരോപണങ്ങൾ കോടതിയിൽ പോയില്ല. അതിനുള്ള തെളിവൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ശ്രീമാൻ PJ ജോസഫ് ഒന്ന് ഓർക്കണം. PJ ജോസഫിന് ചോദിക്കാം. PJ ജോസഫിൻ്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അന്നും ഇതുപോലെ ക്ലിഫ് ഹൗസിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി ശ്രീമാൻ PJ ജോസഫിനെ വിളിച്ചിരുത്തി കാര്യം മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ PJ ജോസഫ് ഇതുപോലെ ഉരുണ്ട് കളിച്ചു. ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് രാജിക്കത്ത് തരാമെന്ന് പറഞ്ഞു വേണ്ട, ഇവിടെ ഇരുന്ന് ഇറങ്ങുമ്പോൾ പത്രക്കാരോട് ചാനലുകാരോട് രാജി പ്രഖ്യാപിച്ചിട്ട് ക്ലിഫ് ഹൗസിൽ നിന്ന് പോയാൽ മതി എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള മുഖ്യമന്ത്രി താമസിച്ച ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ട് അതിനുള്ള തൻ്റെ ഇടമില്ലാതായിപ്പോയി? അതുപോലെ എത്രയോ മന്ത്രിമാർ ഇതിനു മുൻപ് PJ ജോസഫ് അതുപോലെ എത്ര മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. അതെല്ലാം അന്നിരുന്ന മുഖ്യമന്ത്രിയുടെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇവിടെ ഈ മുഖ്യമന്ത്രിയെ മാത്രം പറഞ്ഞാൽ മതി. തീർച്ചയായും ശ്രീ സ്കറിയ തോമസ് ഉയർത്തിയ ഒരു വലിയ രാഷ്ട്രീയ വിമർശനമുണ്ട് പത്മകുമാർ. അതായത് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അഭാവമാണ് ഇത്തരത്തിൽ മാണി ഈ വിധത്തിലേക്ക് കയറൂരി നടക്കാൻ കാരണമായത് എന്ന് നിരീക്ഷിക്കുമ്പോൾ അത് തള്ളിക്കളയാനാകില്ല. ഗൗരവമോടെയുള്ള ചർച്ചകൾക്കും വിധേയമാക്കേണ്ടതുണ്ട്. പത്മകുമാർ, ആദ്യമല്ലല്ലോ മാണിയുടെ കാര്യത്തിലല്ലല്ലോ. കേരളത്തിൽ പൊതുവെ പറഞ്ഞില്ല, മുഖ്യമന്ത്രി എന്നുള്ള അല്ല അദ്ദേഹത്തിന് കിട്ടുന്നത്, മുക്കുന്ന മന്ത്രി എന്നുള്ളതാണ്. എല്ലാ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഭരിക്കുന്നത്. എല്ലാ തെളിവുകളും മുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ അല്ലേ? കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ അല്ലേ? ജനാധിപത്യവാദിയായി അഭിനയിക്കുകയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായി ഇരിക്കുന്ന ആളുകളും തമ്മിൽ അദ്ദേഹത്തിന് സ്ഥായിയായി അല്ലെങ്കിൽ സ്റ്റേണായി നിലപാടെടുക്കാൻ കഴിയാത്തത് പല കാര്യത്തിലും പങ്കുപറ്റുന്നുണ്ട്. ആ പങ്കുപറ്റുന്ന മാണി തുറന്നു പറയാത്ത കാര്യം പോലെ തന്നെയാണല്ലോ ഉമ്മൻചാണ്ടിയും പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ഈ രണ്ടുപേരെയും മാറിക്കാണാൻ പറ്റില്ല. ഈ KM മാണി ഇപ്പം തന്നെ ഈ സമയം എടുക്കുന്നത് തന്നെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ്. ഞാൻ ഇന്നലെ കേരളീയ ചർച്ച തന്നെ സൂചിപ്പിച്ചത്. ഇനി നമുക്കറിയേണ്ടത് ഈ രാജിവയ്ക്കാൻ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 14 കോടിയുടെ കഥ പുറത്തു വന്നിട്ടുണ്ട്. 1 കോടിയേ വന്നിട്ടുള്ളൂ. ബാക്കി 14 കോടി എന്താ ചെയ്തു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് 13 കോടി വിനിയോഗിച്ചതെന്നുള്ള മാണിക്കറിയാം. അതുകൊണ്ട് മാണിയെ മാത്രം ബലിയാടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയാലേ പറ്റൂ. ധാർമ്മികമായ ഒരു നിലപാട്, ഒരു ഇച്ഛാശക്തിയുള്ള ഒരു നിലപാടെടുക്കാൻ മുഖ്യമന്ത്രിക്കോ UDF നേതൃത്വത്തിനോ കഴിയില്ല. അപ്പോൾ മാണിയെ മയപ്പെടുത്തി അദ്ദേഹത്തെ സമ്മതിപ്പിച്ച് കുറച്ചു കാലം കൂടി നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. കാരണം അടുത്ത ഒരു തുടർ ഭരണം വേണമെങ്കിൽ ഇവർക്ക് കുറേ സ്വപ്ന പദ്ധതികൾ ഞങ്ങൾ സാക്ഷാത്കരിച്ചു എന്നൊരു കള്ളപ്രചരണം നടത്തണം. അതിനുള്ള അവസരം ഇപ്പോൾ മെട്രോയുടെ 1ാം ഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തെ കുറിച്ച് അവർക്ക് പറയാൻ കഴിയണം. ഇപ്പോൾ രാജിവെച്ചാൽ അത് പറ്റില്ല.